സർ, ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ? യെസ്. സർ, 2 വർഷം മുമ്പ് ഞാൻ മാഹി ചുക്ലിയിൽ സി ആയിരുന്നപ്പോൾ ഒരേ സമയം അടുത്തടുത്ത വീടുകളുടെ ഡെക്കോയിറ്റി നടത്തിയിരുന്ന ഒരു തമിഴ് ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവർ റെയിൽവേ ട്രാക്ക് വഴി ഏകദേശം 30 കിലോമീറ്റർ നടന്നു വരികയും പോവുകയും ചെയ്തിരുന്നതിന് ഇവരെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കോഴിക്കോടുള്ള ഒരു വയോധികയുടെ ചെവി അറുത്തതോടുകൂടിയാണ് ഈ കേസ് വേറൊരു തലത്തിലേക്ക് മാറിയത്. അന്ന് വെറും 5 ദിവസം കൊണ്ട് കേസ് ഡിറ്റക്ഷൻ ചെയ്ത് മുഴുവൻ പ്രതികളെയും അവരുടെ ഏരിയയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ഒരു ടീമുണ്ട്. കണ്ണൂർ SP കൃഷ്ണലാൽ സാറിൻ്റെ സ്ക്വാഡ്, കണ്ണൂർ സ്ക്വാഡ്. എന്തല്ല സാറേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ തന്നെ ഒന്ന് കാണാൻ വന്നതാ. എങ്ങനെയുണ്ട് സ്റ്റേഷൻ ഡ്യൂട്ടി? എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ. ജോസ് സാറിൻ്റെ കാര്യം കുറച്ച് കഷ്ടമെന്നാണ് വിളിച്ചേരം പറഞ്ഞു. ആ സാറേ, SP ഓഫീസിൽ നിന്ന് അൽത്താഫ് വിളിച്ചനാ? ഇല്ല. മറ്റേ കാസർകോട്ടെ അബ്ദുൾ വഹാബിൻ്റെ കേസില്ലേ സാറേ, അതിൻ്റെ അന്വേഷണം കണ്ണൂർ സ്ക്വാഡിന് വിട്ടെന്ന് അവൻ പറഞ്ഞു. രായൻ സാറ് പീടില്ലല്ലോ. ജോർജായിരുന്നോ? ഇവനെ കണ്ടപ്പോൾ ഞാൻ കരുതി വല്ല സെറ്റിൽമെൻറ്റ് കേസായിരിക്കുമെന്ന്. നടക്കട്ടെ. ഷാഫി സാറേ, സമയം കിട്ടുന്ന സ്റ്റേഷനിലേക്കൊക്കെ ഒന്ന് കയറട്ടാ. സാറേ, നടക്കില്ല ജോർജ്. അവരാവശ്യപ്പെടുന്നത് രാജശേഖരനെ. ഒരു സാധാ പോലീസുകാരൻ്റെ ബുദ്ധിമുട്ടൊക്കെ സാറിന് മനസ്സിലാവും. സാറ് SI ആയിട്ട് കയറിയാണല്ലേ സാർ. സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതിക്കാരായ എന്തോരോ ഓഫീസർമാരുണ്ട്. 100% അവൻ്റെ ഭാഗത്ത് തന്നെ തെറ്റാ. ഞാൻ അവനെ ന്യായീകരിക്കൊന്നുമല്ല സാറേ, മേടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടുപോയതാ. സാറൊന്നും ജോർജ്, ഇത് IG അദ്ദേഹത്തിൻ്റെ അതോറിറ്റിപ്പെട്ട കാര്യമാണ്. അതറിയാം സാറ്. രാജനും ടീമും ബീഹാറിലാണ്. അവർ വരുമ്പോൾ ലേറ്റാവും. അത് പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുള്ളൂ. നിങ്ങളുടെ ലാസ്റ്റ് കേസായിട്ട് ഒന്ന് കൺസിഡർ ചെയ്യണം സാർ. B ടീം അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് A ടീമിന് കേസ് അസൈൻ ചെയ്യാം. പക്ഷേ ആ അലിഗേഷനുള്ള പോലീസുകാരൻ അയാൾ വേണ്ട. സാറേ, അവിടെയാണ് ചെറിയൊരു പ്രോബ്ലം ഉള്ളത്. ഇതുവരെയുള്ള ഗ്രേവ് കേസസ് എല്ലാം അവർ അന്വേഷിച്ചിരിക്കുന്നത് ഒരു ടീമായിട്ടാണ്. അപ്പം ഈ അന്വേഷണത്തിൽ അവരെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നത് അത്ര നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോളൻ, it's your call. Either you take them or leave them. I will take the responsibility, sir. I want to meet Mr. George. ഇതാണ് ജോർജ്. അറിയാലോ, കാസർഗോഡ് SP. അറിയാം സർ. George, you might have handled various cases, but this is a unique one. കാസർഗോഡ് പറ്റി உங்களுக்கு சொல்லவே தேவையில்லை. ഇങ്ങനെയുള്ള സ്ഥലത്ത് അബ്ദുൽ വഹാബിന്റെ പോലെ ഒരാളുടെ മർഡർ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഹോം മിനിസ്ട്രി നമുക്ക് തന്നിരിക്കുന്നത് 10 ദിവസമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും സാർ. I said 10 days. പറ്റും സാർ, 10 ദിവസം മതി. Good luck. താങ്ക് യു.